BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ നിന്ന് 14 കായിക താരങ്ങൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കും. അത്ലറ്റിക്സ്, ജൂഡോ, നീന്തൽ, ഭാരോദ്വഹനം, ഗുസ്തി എന്നിവയിലാണ് ബഹ്റൈൻ താരങ്ങൾ മത്സരിക്കുക. ബഹ്റൈന്റെ പങ്കാളിത്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ക്യാബിനറ്റ് കാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് ഈസ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ഒഫീഷ്യലും സ്റ്റാഫുകളും കായിക താരങ്ങളും ഉൾപ്പെടെ 25 അംഗ സംഘമാണ് ബഹ്റൈനിൽ നിന്നും പാരീസിലേക്ക് വിമാനം കയറുക. അത്ലറ്റുകളെല്ലാം രാജ്യാന്തര പരിശീലനം നടത്തി മത്സര പരിചയം ആർജിച്ചിട്ടുണ്ടെന്ന് ബഹ്റൈന്റെ പാരീസ് 2024 ചീഫ് ദ മിഷൻ കൂടിയായ BOC എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഹമ്മദ് അബ്ദുൽ ഗാഫർ പറഞ്ഞു. ബഹ്റൈൻ അത്ലറ്റുകൾക്ക് മികച്ച വിജയം നേടാനാകുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്ന് BOC സെക്രട്ടറി ജനറൽ ഫാരിസ് അൽ ഖുഗേജി പറഞ്ഞു. കായിക താരങ്ങളെ വരവേൽക്കാൻ ഫ്രഞ്ച് തലസ്ഥാനം ഒരുങ്ങിയെന്നും ഗംഭീരമായ ഒളിമ്പിക്സ് ആയിരിക്കും ഇത്തവണയെന്നും ബഹ്റൈനിലെ ഫ്രഞ്ച് അംബാസഡർ ജിറൌഡ് ടെൽമി പറഞ്ഞു. ബഹ്റൈനിൽ മയക്കുമരുന്ന് പദാർത്ഥങ്ങളുമായി 4 അംഗ സംഘത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. 1.5 ലക്ഷം ദിനാർ വിലമതിക്കുന്ന മയക്കുമരുന്ന് പദാർത്ഥങ്ങളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എവിഡൻസിന്റെ കീഴിലുള്ള ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനാണ് 4 പ്രതികളെ പിടികൂടിയത്. 18,500 മയക്കുമരുന്ന് ഗുളികകളും 84 കിലോഗ്രാം മയക്കുമരുന്ന് പദാർത്ഥങ്ങളുമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. പ്രതികളെ തുടർ നടപടികൾക്ക് വിധേയമാക്കും. മൈഗ്രന്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി എക്സ്റ്റെൻഡ് ദ ഷെയ്ഡ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ നടത്തിയ ഓൺലൈൻ പത്രസമ്മേളനത്തിൽ MWPS ചെയർപേഴ്സൺ മോന അൽ മൊയ്ദാണ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. ബഹ്റൈനിലെ വേനൽക്കാല തൊഴിൽ നിരോധനം സെപ്റ്റംബർ വരെ നീട്ടുന്നതിനുള്ള പ്രചാരണമാണിത്. വേനൽക്കാലത്തെ കഠിനമായ ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി ബഹ്റൈൻ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 30 വരെ തൊഴിലാളികൾ വൈകിട്ട് 4 മണി വരെ പുറം ജോലികളിൽ ഏർപ്പെടുന്നത് നിരോധിച്ചു. തൊഴിലാളികൾക്കുള്ള വേനൽക്കാല ജോലി നിരോധനം 2 മാസത്തിൽ നിന്ന് 3 മാസമായി, അതായത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയോ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 30 വരെയോ നീട്ടുക എന്നതാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. തൊഴിൽ നിരോധനം നീട്ടുന്നതിലൂടെ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കാനും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാനും കഴിയുമെന്ന് മോന അൽ മൊയ്ദ് പറഞ്ഞു. MWPS ജനറൽ സെക്രട്ടറി മാധവൻ കല്ലത്ത്, മറ്റംഗങ്ങൾ, പത്രപ്രവർത്തകർ എന്നിവരും ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്യാമ്പയിന്റെ വിജയത്തിന് സമൂഹത്തിന്റെയും തൊഴിലുടമകളുടെയും സർക്കാരിന്റെയും പിന്തുണയുടെ പ്രാധാന്യം മാധവൻ കല്ലത്ത് വിശദമാക്കി. നിർണായക മാറ്റത്തിനായി ഏവരും ഒരുമിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്യാമ്പയിൻ കോർഡിനേറ്ററും മാധ്യമപ്രവർത്തക HMWS അംഗവുമായ രാജീവ് ഉണ്ണികൃഷ്ണൻ ക്യാമ്പയിനിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു. ബഹ്റൈൻ ഒഴിച്ച് മറ്റ് GCC രാജ്യങ്ങളെല്ലാം തന്നെ 3 മാസത്തെ തൊഴിൽ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ MWPS അറിയിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വനിതാ കൂട്ടായ്മയായ വിമൻ അക്രോസ് ലൈറ്റ് ഓഫ് കൈൻഡൻസുമായി സഹകരിച്ച കമ്മ്യൂണിറ്റി പാൻട്രി സംഘടിപ്പിച്ചു. കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ടീം വിമൻ അക്രോസ് ജൂലൈ 5 വെള്ളിയാഴ്ച ഇസ ടൗണിലെ ജുർദാബിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വ്യത്യസ്തയിടങ്ങളിൽ എല്ലാ മാസവും സൗജന്യ ഭക്ഷണവും വസ്ത്രങ്ങളും സ്ത്രീകൾക്കുള്ള സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നൽകി വരുന്നു. ധാന്യങ്ങൾ, ചായപ്പൊടി, അരി, പഞ്ചസാര അടക്കമുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കൾ കമ്മ്യൂണിറ്റി പാൻട്രിയിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഉപയോഗിച്ച നല്ല വസ്ത്രങ്ങൾ സമാഹരിക്കുകയും അത് ആവശ്യമുള്ള സ്ത്രീകൾക്ക് നൽകുകയും ചെയ്യുന്നു. സുമിത്ര പ്രവീൺ, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകനും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ സയ്യിദ് ഹനീഫ്, KCA ബഹ്റൈൻ പ്രസിഡന്റ് പ്രവീൺ നായർ, ബഹ്റൈൻ RJ നൂർ, വിമൻ അക്രോസ് ടീം അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ സിംസ് കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പ് കളിമുറ്റം 2024 ആരംഭിച്ചു. ജൂലൈ 4 വെള്ളിയാഴ്ച ഗൂജിൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കളിമുറ്റം സമ്മർ ക്യാമ്പ് ഓഗസ്റ്റ് 22 വരെ നീണ്ടു നിൽക്കും. പ്രഗത്ഭനായ അധ്യാപകരുടെ നേതൃത്വത്തിൽ യോഗ, ഡാൻസ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഫോട്ടോഗ്രാഫി, അഭിനയ കളരി, ലൈഫ് സ്കിൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കരാട്ടെ, ടൂർ എന്നിവ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ബഹ്റൈനിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹന സൗകര്യം ലഭ്യമാക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് രജിസ്ട്രേഷനുമായി ജസ്റ്റിൻ ഡേവിസ് 33779225 എന്ന നമ്പറിലോ റജു ആൻഡ്രൂസ് 3933333701 എന്നിവരുമായോ സിംസ് ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്.
ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഉപവിഭാഗമായ കൾച്ചറൽ കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ 5 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 SNCS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ റെഡ്ഡി അധ്യക്ഷനായ ചടങ്ങിൽ പത്രപ്രവർത്തകനായ രാജീവ് വെള്ളിക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക വിഭാഗം ജോയിന്റ് കൺവീനർ സുജി അജിത് സ്വാഗതം ആശംസിച്ചു. കൺവീനർ സൗമ്യ സുനീഷ്, ചെയർമാൻ കൃഷ്ണകുമാർ റെഡ്ഡി, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS എന്നിവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ അമ്പിളി ശ്രീധരൻ നന്ദി രേഖപ്പെടുത്തി. വിശിഷ്ടാതിഥികളായി എത്തിയ കോമഡി ഉത്സവം ഫെയിം മുരളി ചാലക്കുടി, കരിങ്കാളി ആൽബം ഫെയിം ശ്രീകുമാർ നന്ദകരായി എന്നിവർ നടത്തിയ കലാപ്രകടനങ്ങൾ, ബഹ്റൈനിൽ അറിയപ്പെടുന്ന ഗായകരുടെ കരോക്ക ഗാനമേള എന്നിവ പരിപാടിയിൽ ഒരുക്കിയിരുന്നു. അഞ്ജന രാജേഷ് പരിപാടിയുടെ അവതാരകയായി. IYCC ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ കേരള മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ലീഡർ K. കരുണാകരന്റെ ജന്മദിന സംഗമം സംഘടിപ്പിച്ചു. IYCC മനാമ ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് കിരൺ അധ്യക്ഷത വഹിച്ച പരിപാടി IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈനിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ACA ബക്കർ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസിന്റെ കാലത്തെയും മികച്ച നായകരിൽ ഒരാളായിരുന്നു ലീഡറെന്നും അദ്ദേഹം പറഞ്ഞു. മനാമ MCM's ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. IYCC ബഹ്റൈൻ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ, വൈസ് പ്രസിഡന്റ് ഷംസാദ് കാക്കൂർ, മുൻ ദേശീയ പ്രസിഡന്റുമാർ, മുൻ മനാമ ഏരിയ പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. ഷിജിൽ സ്വാഗതവും ഹാരിസ് നന്ദിയും രേഖപ്പെടുത്തി. പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന എയർ കേരള യാഥാർത്ഥ്യമാകുന്നു. പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ് ഫ്ലൈ ഏവിയേഷന് സർവീസ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തന അനുമതി ലഭിച്ചെന്ന് സെറ്റ് ഫ്ലൈ ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് UPC വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സ്വപ്ന ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. വിവിധയിടങ്ങളിൽ പണി 70 മുതൽ 80% വരെ പൂർത്തിയായി. ആകെ 643 കിലോമീറ്റർ നീളത്തിൽ ഒരുങ്ങുന്ന റോഡുകളിൽ സിഗ്നലുകൾ ഉണ്ടാകില്ലെന്ന പ്രത്യേകതയുമുണ്ട്. പണി പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം എത്താൻ നിലവിലുള്ളതിന്റെ പകുതി സമയം പോലും വേണ്ടിവരില്ലെന്നാണ് റിപ്പോർട്ട്. നിലവിൽ 18 മണിക്കൂറോളം സമയമെടുക്കുന്ന കാസർഗോഡ് തിരുവനന്തപുരം യാത്രയ്ക്ക് റോഡ് പണി പൂർത്തിയായാൽ 7 മണിക്കൂർ മാത്രം മതിയാകുമെന്നാണ് കണക്കാക്കുന്നത്. റോഡിൽ സിഗ്നലുകൾ ഇല്ലാത്തതിനാൽ എവിടെയും നിർത്താതെ പാറ പറന്നു പോകും. 45 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ഇരുവശവും 3 ട്രാക്കുകൾ വീതമുണ്ടാകും. കൂടാതെ സർവീസ് റോഡുകളും ഉണ്ടാകും. NH 66 നിർമ്മാണം സംസ്ഥാനത്ത് 17 റീച്ചുകളായാണ് നടക്കുന്നത്. ഇതിൽ മിക്കയിടത്തും പണികൾ പൂർത്തിയാകാറായി. ഏറ്റവും കൂടുതൽ പണികൾ പൂർത്തീകരിച്ചത് വളാഞ്ചേരി കാപ്പരിക്കോട് റീച്ചിലാണ്. ഇവിടെ 85% പണികളും പൂർത്തീകരിച്ചു. SFI നേതാവായ യുവതി ലോറി ഇടിച്ച് മരിച്ചു. പുത്തൂർ വല്ലൻപൻകര പ്രകാശ് മന്ദിരത്തിൽ പ്രകാശിന്റെ ഏകമകൾ അനഘ പ്രകാശാണ് മരിച്ചത്. SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായ അനഘ B.Ed വിദ്യാർത്ഥിനിയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊട്ടാരക്കര പുത്തൂർ റോഡിൽ കോട്ടാത്തല സരിക ജംഗ്ഷനിലായിരുന്നു അപകടം. B.Ed വിദ്യാർത്ഥിനിയായ അനഘ വെണ്ണാർ V. ശ്രീ വിദ്യാരാജ സ്കൂളിൽ അധ്യാപന പരിശീലനത്തിനായി പോകും വഴിയായിരുന്നു അപകടം. അനഘ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ എതിരെ വന്ന നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഗുരുതര പരിക്കേറ്റ അനഘയെ ഉടൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അച്ഛൻ പ്രകാശ് വിദേശത്താണ്, അമ്മ ഗുജറാത്തിലും. കൊട്ടാരക്കരയിൽ വനിതാ ഹോസ്റ്റലിലാണ് അനഘ താമസിച്ചിരുന്നത്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തി. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.